തീരെ കനം കുറഞ്ഞ് തളുതളാന്ന് കിടക്കുന്ന അട, എന്നാൽ ഒരേ കനത്തിലല്ലാത്ത അട. ഈ അട കൊണ്ടൊരു പ്രഥമൻ, അതാണ് അടപ്രഥമൻ. പ്രഥമന്മാരിലെ പ്രഥമൻ, സദ്യയിലെ പ്രധാനി. നെല്ല് ഒരു മയവുമില്ലാത്ത വെറും പരിക്കന. പരിക്കൻ നെല്ല് കല്ലിലേക്കിട്ടു. ഏതു പരിക്കനെ പ്രഹരിച്ച് നന്നാക്കാനാവുമെന്ന് മുത്തശ്ശി ഉള്ളിൽ ചിരിച്ചു. ഇത് ഉരലായി ഉപയോഗിക്കുന്ന ആട്ടുകല്ല്. ഉരലിന്റെ അത്ര കുഴിയില്ല, കുറച്ച് നെല്ലേ കൊള്ളൂ. ഒരു വിറകിൻ കൊള്ളി ഉലക്കയായി എടുത്തൊരു കുഞ്ഞു സഹായി പാഞ്ഞെത്തി. ചിന്മയി. മുത്തശ്ശി മോള് മുത്തശ്ശൻ, മുത്തശ്ശി മോള് മുത്തശ്ശൻ, മുത്തശ്ശി മോള് മുത്തച്ഛ. 3 പേർ കുത്തുമ്പോൾ ഉലക്ക വീഴേണ്ട ക്രമവും താളവും പറഞ്ഞു കൊടുത്തു. മുത്തശ്ശി മോള് മുത്തശ്ശൻ, മുത്തശ്ശി 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 മുത്തശ്ശി. പാർത്ഥന്റെ ഊഴം. ഇത് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയല്ലാത്തത് കൊണ്ട് കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നു ഹിപ്പാച്ചി. നമ്മൾ കൈ ഇങ്ങനെ ഇട്ടു പൊക്കി, ആ പൊക്കിയ സമയത്ത് ഈ കൈ ഇങ്ങനെ മാറുന്നു. അടുത്ത ഈ കൈ അവിടെ വരുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഓടിച്ചു, ഇവിടെ പിടിച്ചു. അങ്ങനെയാണ്. നല്ല പരിശീലനം. ഇപ്പൊ ഇതിന് ഇങ്ങനെ ആഞ്ഞു കുത്താൻ പാടില്ല. ആഞ്ഞു കുത്തി കഴിഞ്ഞാൽ പൊടിഞ്ഞു. ആഞ്ഞു കുത്തുന്നതിനറിയാമോ, അരി പൊടിക്കാനായിട്ട് ആഞ്ഞ് അതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കുത്തും. അതിങ്ങനെ അത് പിന്നെ അതുപോലെ അവിലാണെങ്കിലും ഇങ്ങനെ കൂടി 2 കൈ കൊണ്ട് മാറി മാറി കുത്തുന്ന വിധം, കൈമാറി കുത്തുന്നതിന്റെ രസവും രീതിയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വിശദമാക്കുന്നു. ഇത് ഫിസിക്സ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യോളജിയും അക്കൗണ്ടൻസിയും അരിത്തമെറ്റിക്സും ഒന്നും അടുക്കളയ്ക്ക് അന്യമല്ല. എന്ന് തന്നെയല്ല, ഇതിൻ്റെ എല്ലാം വിത്തുപാകി മുളപ്പിക്കാൻ പറ്റിയ ഇടവും അടുക്കള തന്നെ. ശരീരത്തിന് ആയാസം കുറച്ചുകൊണ്ട് ഉലക്ക ആയത്തിൽ ബലത്തിൽ നെല്ലിലേക്ക് വീഴാൻ ഈ ശരീരനില സഹായിക്കും. മുത്തശ്ശി വിശദീകരിച്ചു. കുത്തു നിർത്തി മുറത്തിൽ വാരി പാറ്റി. ചിന്മയുടെ ശ്രദ്ധ കണ്ടോ? ചിന്മയി പാറ്റി പഠിക്കുന്നു. പാർത്ഥനും ആവേശമായി പാളയിലെടുത്തു പാറ്റി നോക്കുന്നു. ഒരു കാലത്ത് ഇത്തരം പണികളില്ലാത്ത വീടുകളില്ലായിരുന്നു. മുതിർന്നവർ നെല്ല് കുത്തിക്കഴിഞ്ഞാൽ ഉരലും പരിസരവും വൃത്തിയാക്കുന്ന പണി കുട്ടികളുടേതായിരിക്കും. മിക്ക വീടുകളിലും കുഞ്ഞു മുറങ്ങളുണ്ടാവും. മുറത്തിൽ ഉമി വാരിയിട്ട് പാറ്റിയും കൊഴിച്ചും ഊർന്നു വീണ നെല്ലും അരിയും അഭിമാനത്തോടെ വേർതിരിച്ചെടുക്കും. കഞ്ഞിയും കറിയും കളിയുടെ ഭാഗം തന്നെ. തവിടിന്റെ ഗുണഗണങ്ങൾ അറിയാവുന്ന ഹിപ്പാച്ചി മുറത്തിൽ നിന്ന് തവിട് തൂത്തുവാരി വായിലേക്കിടുന്നു. നെല്ലിന്റെ ഉമി തൊണ്ടയിൽ കുടുങ്ങിയാൽ അപകടമാണ്. നെല്ലിന്റെ മൂടുഭാഗം കട്ടി കൂടിയതായതുകൊണ്ട് ഉമി പോലെ പറക്കില്ല. ഉമിക്കണ്ണ് എന്നാണ് ഇതിന് പറയുക. അത് മുറത്തിൽ തന്നെ കിടക്കും. മുറത്തിൽ കൊട്ടിയാൽ അത് പുറത്തു പോകും. അതും തൊണ്ടയിൽ കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ മുറത്തിൽ കൊട്ടി ഉമിക്കണ്ണും കൂടി കളഞ്ഞ ശേഷമേ തവിട് തിന്നാനെടുക്കാവൂ. ഉമിയുണ്ടാകരുത്, ഉമിക്കണ്ണുണ്ടാവരുത് മുതിർന്നവരുടെ താക്കീതുകൾ. ഇതെല്ലാം പഠനമായിരുന്നു. വെറും പഠനമല്ല, സമഗ്രതയോടെ കാര്യങ്ങളെ കാണാനും ക്ഷമയോടെ സഹിഷ്ണുതയോടെ മറ്റുള്ളവരോട് പെരുമാറാനും ഒക്കെയുള്ള പഠനത്തിന്റെ തുടക്കം. അരി മാത്രം മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ കൊഴിക്കണം. ഏറ്റവും കുഞ്ഞായി നുറുങ്ങിയ അരി ഏറ്റവും മുന്നിലെത്തും.
അങ്ങനെ ക്രമേണ അരി വേറെ നെല്ല് വേറെയായി തിരിഞ്ഞു വരും. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഇത്തരം പണികളിൽ നിന്ന് കിട്ടുന്ന വൈവിധ്യമുള്ള അറിവുകളും അനുഭവങ്ങളും തലച്ചോറിലെ പ്രവർത്തന സജ്ജമായ ന്യൂറോണുകളുടെ എണ്ണം പെരുപ്പിച്ചുകൊണ്ടുവരും. കൊഴിച്ചെടുത്ത ഉണക്കലരി ചിന്മയി തന്നെ അളന്ന് വെള്ളത്തിലിടുന്നു. നാഴി കൊള്ളുന്ന പാത്രത്തിന് 2 പാത്രം, 2 നാഴി. ഇപ്പോൾ കുത്തിയെടുത്ത അരിയാണ്. രാസവസ്തുക്കളൊന്നും പുരളാത്തതുമാണ്. അതുകൊണ്ട് പേരിനൊന്ന് കഴുകിയാൽ മതി. കുതിരാനുള്ള വെള്ളമൊഴിച്ചു അടച്ചു വെച്ചു. അടപ്രഥമനോടുള്ള ഒടുങ്ങാത്ത ഇഷ്ടം അടുപ്പിന്റെ സൗന്ദര്യവൽക്കരണം സ്വയം ഏറ്റെടുക്കാൻ ഇന്ദുലേഖയെ പ്രേരിപ്പിച്ചു. കുത്തുകുത്തുകൾ, വരവരകൾ, വട്ടങ്ങൾ, ചതുരങ്ങൾ, ത്രികോണങ്ങൾ, നോക്ക വരരസം. വരച്ചു വരച്ചു വറളി വരെയായി. കുതിർന്ന അരിയിൽ നിന്ന് കല്ലരിക്കുകയാണ് ചിന്മയി. അരിയിലെ ചെറിയ കല്ലും മണലും അരിക്കാൻ പഠിക്കുകയാണ്. ഇതെല്ലാം അറിവാണ്, പഠിക്കേണ്ടവയാണ്. മുത്തശ്ശി കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കിക്കുന്നു. കല്ലുകളുണ്ടെങ്കിൽ അത് ഈ ഇളക്കലിൽ താഴേക്ക് വഴുതിപ്പോകും. മേലെ പാറി നിൽക്കുന്നതിൽ കല്ലുണ്ടാവില്ല. അത് കൈവെള്ളയിലേക്ക് കയറത്തക്ക വിധം കൈയുടെയും ചട്ടിയുടെയും ആന്തോളനം ക്രമപ്പെടുത്തി അരിയെയും കല്ലിനെയും വെവ്വേറെയാക്കാം. ഹിരണ്യ കല്ലരിക്കുന്ന വിധം പഠിക്കുന്നു. കൈ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ നോക്കണ്ട, വെറുതെ ഇങ്ങനെ സാധാരണമായിട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും പോയിട്ട് തിരിച്ച് വരുന്നതിന് ഇങ്ങനെ നമ്മൾ കയറ്റും. ഈ വിരൽ ഉപയോഗിക്കുക. അത് പക്ഷേ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വിരലൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കൈ കയറുന്നു. അപ്പോൾ ഒത്തിരി ആയി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റും. ഈസി ആയിരിക്കും. പാർത്ഥൻ കല്ലരിക്കാൻ പഠിക്കുകയാണ്. ആൺ പെൺ വ്യത്യാസമൊന്നും അടുക്കളപ്പണിക്ക് വേണ്ട. ഇന്ദുലേഖയും ഹിരണ്യയും പാർത്ഥനും കൂടി ഉരലും ഉലക്കുകളും കഴുകി വൃത്തിയാക്കി. കഴുകിയ ഉരലിലേക്ക് കുതിർത്തരിച്ച് തോർത്തിയെടുത്ത് അരിയിട്ടു. മുത്തശ്ശനും മുത്തശ്ശിയും അരി ഇടിക്കുന്നു. പ്രഥമനുള്ള അടയ്ക്ക് ഒട്ടും തരിയില്ലാതെ ഏറ്റവും നേർമയായി അരി പൊടിയണം. മുറത്തിലിട്ട് ഇടഞ്ഞെടുക്കണം. തെള്ളിയെടുക്കുക എന്നും പറയും. അപ്പോഴേക്കും അടുപ്പിൻ്റെ ചമയങ്ങൾ പൂർത്തിയാക്കി. തീ കത്തിജ്വലിച്ചു. അടുപ്പേൽ ചെമ്പുകലം വെച്ചു. വെള്ളമൊഴിച്ചു. ശർക്കരയിട്ടു. അടച്ചു.
ശർക്കര തിളച്ചു പൊന്തി വന്നതേ വാങ്ങിവെച്ചു. നെയ്യും തേങ്ങാപ്പാലും ശർക്കരയും ഇടഞ്ഞെടുത്ത അരിപ്പൊടിയോട് ചേർന്നിരിക്കുന്നു. മൂന്ന് വലിയ സ്പൂൺ നെയ്യ് പൊടിയിലേക്കിട്ടു. പ്രഥമന്റെ അടയ്ക്കുള്ള മാവ് പലരും പലതരത്തിലാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പ്രഥമൻ ഉണ്ടാക്കാറുള്ളത് അച്ഛനായിരുന്നു. ഒരു ചെറിയ തവി ശർക്കര ചേർത്തു. അച്ഛൻ ശർക്കര ചേർത്തിരുന്നില്ല. എൻ്റെ വക ഒരു കൂട്ടിച്ചേർക്കൽ ഇരിക്കട്ടെ. തേങ്ങാപ്പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തും ഇളക്കിയും ഈ പാകത്തിലെത്തിക്കണം. കോലമണിയാൻ അരിമാവ് കൂട്ടുന്ന പാകം, ദോശമാവിൻ്റെ പാകം എന്ന് വേണമെങ്കിലും പറയാം. പൊക്കി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വീഴണം. ബഷീറിൻ്റെ സാറാമ്മയും കേശവൻ നായരെയും പോലെ ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന രണ്ട് സുന്ദരനടുപ്പുകൾ. ചരുവത്തിലെ തിളച്ച വെള്ളത്തിലിട്ട് വാഴയില വാട്ടിയെടുത്തു. വാട്ടിയ വാഴയില തോർത്തിയെടുത്ത് കമഴ്ത്തി അടുക്കി. ഏറ്റവും മീതെ കമഴ്ന്നു കിടക്കുന്ന വാഴയിലയിലേക്ക് അടമാവണിഞ്ഞു. മാവണിയുമ്പോഴും ചുരുട്ടുമ്പോഴും മിച്ചം വരുന്ന മാവ് നഷ്ടപ്പെടാതെ അടുത്ത വാഴയിലയിൽ വീഴാനാണ് ഇങ്ങനെ അടുക്കിയത്. പിന്നെ എളുപ്പത്തിനും. എന്നിട്ട് പായ് തീർക്കും പോലെ ചെറുതായി തീർത്തു. രണ്ടറ്റവും വാഴയില ചീന്തുകൊണ്ട് തന്നെ കെട്ടി. മുറത്തിലെ വാഴയിലയിൽ വെച്ചു. അടുത്ത ഇലയിലേക്ക് മാവണിയുന്നു, തീർക്കുന്നു, കെട്ടുന്നു. ഞങ്ങളുടെ വീട്ടിൽ പ്രഥമൻ ഉണ്ടാക്കാറുള്ളത് അച്ഛനായിരുന്നു. ഞങ്ങൾ കുട്ടികൾ പരികർമ്മികളായി ചുറ്റും കൂടും. ഇല വെട്ടാൻ, വാട്ടിയ വാഴയില തുടയ്ക്കാൻ, അടുക്കാൻ, തേങ്ങാപ്പാൽ, നെയ്യ് എന്നിങ്ങനെ വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കാൻ, ഇല ചുരുട്ടാൻ, കെട്ടിവയ്ക്കാൻ, ഇങ്ങനെ എന്തിനും തയ്യാറായി ജാഗരൂകരായി നിൽക്കും. വല്ലതുമൊക്കെ കട്ടു തിന്നാനും തൊട്ടു നക്കാനും കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാറുമില്ല. തീർക്കുന്നു, കെട്ടുന്നു, മുറത്തിൽ വയ്ക്കുന്നു, തീർക്കുന്നു, കെട്ടുന്നു, മുറത്തിൽ വയ്ക്കുന്നു. അങ്ങനെ മാവ് തീർന്നു, ഇല തീർന്നു, മുറം നിറഞ്ഞു. വലിയ ഉരുളി അടുപ്പേൽ കയറ്റി വെച്ചു. വെള്ളമൊഴിച്ചു തിളപ്പിച്ചു. കുടുകുടന്ന് തിളച്ച വെള്ളത്തിലേക്ക് ചുരുളുകൾ ഒന്നൊന്നായി ഇട്ടു. ചട്ടുകം കൊണ്ട് മുക്കി ശ്വാസം മുട്ടിച്ചു. കുടുകുട തിളച്ച വെള്ളത്തിൽ കിടന്ന് ചുരുളുകൾ വെന്തു. വലിയ കിഴിതവി കൊണ്ടത് കോരിയെടുത്തു. തണുതണുത്ത വെള്ളത്തിലിട്ട് ആറിച്ചു. ആറിയ ചുരുളിൻ്റെ കെട്ടുപൊട്ടിച്ചു. ചുരുൾ നിവർത്തി വെള്ളത്തിലിട്ട് ഉലച്ചു. അടകൾ അടർന്നടർന്ന് ഉതിർന്നു വെള്ളത്തിൽ വീണു. ഇതാണ് അട. ആകൃതിയില്ലാത്ത അട. തീരെ കനം കുറഞ്ഞ് തളുതളാന്ന് കിടക്കുന്ന അട. എന്നാൽ ഒരേ കനത്തിലല്ലാത്ത അട. ഈ അട കൊണ്ടൊരു പ്രഥമൻ. അതാണ് അടപ്രഥമൻ. പ്രഥമന്മാരിലെ പ്രഥമൻ, സദ്യയിലെ പ്രധാനി. അന്ന് അച്ഛനുണ്ടാക്കിയിരുന്ന അതേ രുചിയിൽ യാതൊരു പിഴവുമില്ലാതെ അടപ്രഥമൻ ഉണ്ടാക്കാൻ ഇന്നും കഴിയുന്നത് അന്ന് തലയിൽ കയറിയ അറിവിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്നും അടകൾ കോരിയെടുത്ത് വെള്ളം വാലാൻ വെച്ചു.
ചെറിയടുപ്പിൽ ചെറിയ ഉരുളി വെച്ചു. ഉരുക്കി അരിച്ചു വെച്ച ശർക്കര ഒഴിച്ചു. നന്നായി തിളച്ചു മൂത്തപ്പോൾ നെയ്യൊഴിച്ചു. ഇളക്കി. അതിലേക്ക് വെള്ളം തോർന്ന അടയിട്ടു. നെയ്യ് ചേർത്ത ശർക്കരയിൽ കിടന്ന അട തിളച്ചു. അട വെന്തു വരണ്ടു വരണം. അതുവരെ നിർത്താതെ ഇളക്കണം. ഇരുനാഴി അരിക്ക് 8 തേങ്ങ എടുത്തു. ലേശം ചൂടുവെള്ളം തെളിച്ച് തലപ്പാൽ പിഴിഞ്ഞെടുത്തു. ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് ചൂടുവെള്ളം തെളിച്ചത്. ആ 1-ാം പാൽ പിഴിഞ്ഞെടുത്ത ശേഷമുള്ള തേങ്ങാപ്പീരയിൽ ലേശം ചൂടുവെള്ളം കൂടി തളിച്ച് നന്നായി ചതച്ച ശേഷം 4 ലിറ്റർ വെള്ളം ഒഴിച്ച് ഞെരടി പിഴിഞ്ഞെടുത്തു. 4 ലിറ്റർ തേങ്ങാപ്പാൽ കിട്ടി. അത് 2-ാം പാൽ. 3-ാം പാൽ പിഴിഞ്ഞെടുക്കാറുണ്ട് ചിലർ. ഞങ്ങളുടെ അനുഭവത്തിൽ ശർക്കരയിൽ കിടന്ന അട നന്നായി വരണ്ടാൽ പിന്നെ 2-ാം പാൽ മാത്രം മതി രുചി കേമമാകാൻ. അട നെയ്യും ശർക്കരയും കുടിച്ചു വരണ്ടു. പാകത്തിന് വരണ്ട അടയിലേക്ക് 2-ാം പാൽ ഒഴിച്ചു. നന്നായിട്ട് ഇളക്കണം. ഇത്രയും കുറുകിയാൽ വാങ്ങാം. വാങ്ങി വെച്ചിട്ട് 1-ാം പാൽ ഒഴിച്ചു. ജീരകപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് പാത്രപാകത്തിനായി അടച്ചു വെച്ചു. തുറന്നു. ഇളക്കി ചേർത്തു. വിളമ്പാൻ സൗകര്യത്തിന് കുഞ്ഞുരുളിയിലേക്ക് പകർന്നു. നെല്ല് കുത്തിപ്പാറ്റി കുതിർത്തെടുത്ത് ഇടിച്ചു പൊടിച്ച് ഇടഞ്ഞെടുത്ത് കുഴച്ച് ഒഴിച്ച് ചുരുട്ടിക്കെട്ടി കുടുകുടത്തിളച്ച വെള്ളത്തിൽ വേവിച്ച് തണുതണുതണുത്ത വെള്ളത്തിൽ ആറിച്ച് അടയുണ്ടാക്കി. ആ അട കൊണ്ട് പ്രഥമനുണ്ടാക്കി. അടപ്രഥമൻ. പ്രഥമന്മാരിലെ പ്രഥമൻ, സദ്യയിലെ പ്രധാനി. ഇലയിൽ വരും മുമ്പ് ഗ്ലാസ്സിൽ ഒരു രുചി പരിശോധനയിലാണ് ഹിപ്പാച്ചി.